ഹായ് ഫ്രണ്ട്സ്, അസാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓണസദ്യയുടെ വിഭവങ്ങൾ കാണിക്കാൻ തുടങ്ങിയിട്ട് 6ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് അവിയലാണേ. അവിയൽ നമ്മുടെ സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമാണ്. അവിയലില്ലാത്ത സദ്യയില്ല അല്ലേ? അപ്പോൾ നമ്മളിത് കാണിക്കാൻ പോണത് ഞങ്ങൾ ആലപ്പുഴക്കാര് സദ്യക്ക് അവിയൽ ഉണ്ടാക്കുന്ന വിധമാണേ. അവിയലിന് എല്ലാവരും എല്ലാ കഷ്ണങ്ങളും ഇട്ട് അവിയൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ പല സ്ഥലത്തുനിന്നും സദ്യ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇട്ട് അവിയൽ വെക്കും. കായും ചേമ്പും ചേനയും അതുപോലെ തന്നെ അച്ചിങ്ങാപ്പയറും ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ട് വെക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആലപ്പുഴക്കാർ സദ്യ ഉണ്ടാക്കുമ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം ഉപയോഗിക്കത്തില്ല സദ്യക്ക്. ഞങ്ങൾ ഉപയോഗിക്കുന്ന കഷ്ണങ്ങൾ എന്ന് വെച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അവിയലിൻ്റെ കഷ്ണങ്ങൾ അത്രയും കഷ്ണങ്ങളിട്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ടേസ്റ്റിൽ അവിയൽ വെക്കും. അതാണ് ഞങ്ങളുടെ സദ്യയുടെ അവിയൽ. അപ്പം അത് നിങ്ങളെ കാണിക്കാം. വാ, ഞാൻ ഉണ്ടാക്കാൻ പോണ ഈ അവിയലിന് ദേ ഇത്രയും കഷ്ണങ്ങളേ ഉള്ളൂ കേട്ടോ. വെള്ളരിക്ക, പടവലങ്ങ, ചേന, ചക്കക്കുരു, ദേ ഒരു ക്യാരറ്റേ ഉള്ളൂ. പിന്നെ മുരിങ്ങയ്ക്ക ഇത്രയും വേണമെന്നില്ല. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി. പിന്നെ 5-6 പച്ചമുളകും കരിവേപ്പിലയും. ഇത്രയാണ് നമ്മൾ ഈ അവിയലിനെടുക്കുന്നത്. കൂടുതലായിട്ടുള്ള യാതൊരു കഷ്ണങ്ങളും ഞങ്ങൾ ആലപ്പുഴക്കാർ സദ്യക്ക് ഉപയോഗിക്കാറില്ല. അപ്പം നമുക്ക് ഇത്രയും കഷ്ണങ്ങൾ ഉപയോഗിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു അവിയൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം നമുക്കതിന് വേണ്ടി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും കുറച്ച് കഷ്ണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുകയെ എന്തോന്ന് അവിയലായത്, ഇങ്ങനെയാണോ അവിയൽ വെക്കുന്നതെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത്രയും കഷ്ണങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒന്ന് അവിയലൊന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല എന്തൊരു ടേസ്റ്റാണെന്നറിയോ, അത് പറഞ്ഞ് എനിക്ക് അറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയാലേ പറ്റത്തുള്ളൂ. ഞാൻ മിക്ക വീഡിയോയിലാണേലും സദ്യക്കുമൊക്കെ പോകുമ്പോഴൊക്കെയും ഞാൻ കഴിക്കുന്ന അവിയൽ ആലപ്പുഴ വിട്ട് പോകുമ്പോഴത്തേക്കും, ആലപ്പുഴ വിട്ടെന്ന് വെച്ചാൽ ചേർത്തലയും കായംകുളം വരെ പോയാൽ പോലും അവിയലിനകത്ത് ഉരുളക്കിഴങ്ങും കാച്ചിലും ഒക്കെ ഇടുവേ. പക്ഷേ അപ്പോൾ ആ അവിയലൊന്ന് കുഴഞ്ഞിരിക്കും. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുന്ന അവിയലെന്ന് വെച്ചാൽ അത് ഒന്നൊന്നേ തൊടാതെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും. അത് മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഞാനിങ്ങനെ മാത്രമേ അവിയൽ വെക്കാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ അവിയൽ വെക്കുവാണെങ്കിൽ ചിലപ്പോൾ എല്ലാ കഷ്ണങ്ങളൊക്കെ ഇട്ട്, ഞങ്ങളതിന് സർവാണി അവിയൽ എന്നാണ് പറയുന്നത്, അങ്ങനെ അവിയൽ വെക്കാറുണ്ട്. പിന്നെ വാഴപ്പിണ്ടിയും കായും ചേമ്പും താളും പിന്നെ മറ്റുള്ള എല്ലാ കഷ്ണങ്ങളും ചീരത്തണ്ടും ഒക്കെ ഇട്ട് ഞങ്ങൾ അവിയൽ വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും സദ്യക്ക് വെക്കത്തില്ല. സദ്യക്ക് എടുക്കുന്ന അവിയലിന് ഈ കഷ്ണങ്ങൾ മാത്രം. അപ്പോൾ ഞാൻ വിശേഷങ്ങൾ പറഞ്ഞേക്കാതെ ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. നമ്മളെ അവിയൽ വെക്കുന്നത് ഈ ഉരുളിക്കകത്താണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓട്ടുരുളിക്കകത്ത് വെക്കണം എന്നാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ ഓട്ടുരുളി ചെറുതില്ല, ഒരെണ്ണം ഉള്ളത് വലുതാണ്. അപ്പോൾ അതിൽ വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വെക്കുന്നത്. ഉരുളിക്കകത്താണ് അവിയൽ വെക്കേണ്ടത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിനകത്ത് വെക്കാം. അപ്പം ആദ്യം ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ആ പാത്രത്തിലോട്ടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇച്ചിരി കൂടുതൽ ഒഴിക്കണം കേട്ടോ. ഈ ഒഴിക്കുന്ന വെളിച്ചെണ്ണയിലാണ് ഈ അവിയലിൻ്റെ വേവിരിക്കുന്നത്. ഇനിയിപ്പം ദേ ഈ കരിവേപ്പില കൂടെ ഞാൻ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ പെറുക്കി ഇതിനകത്തേക്ക് ഇട്ടേക്കാം. അത് വെള്ളം തോരാൻ വേണ്ടി വെച്ചിരിക്കുമായിരുന്നു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കും. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് 1/2 സ്പൂൺ മുളക് പൊടിയും ചേർക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണേ. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാവേ. നമ്മളിതേ ആദ്യം ഒരു വാഴയില കൊണ്ടൊന്ന് മൂടണേ. അതിന് ശേഷം നമുക്ക് പാത്രം കൊണ്ട് അടച്ചു വെക്കാം. വാഴയില കൊണ്ട് മൂടിയാണ് നമ്മൾ അവിയൽ വേവിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വെച്ചപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ തീരെ ഫ്ലെയിം ഒന്ന് കുറച്ചിടുവാണേ. ഇനി ചെറിയ തീ കിടന്ന് അത് വെന്ത് വരണം. നമുക്ക് അതിൻ്റെ മേളിൽ ഒരു പാത്രം കൊണ്ട് അടച്ചു വെക്കാം. ഇനി ഞാൻ ഈ പാത്രം കൊണ്ട് ഇതിൻ്റെ മേളിൽ നിന്ന് അടയ്ക്കുവാണെങ്കിൽ ആവി ഒട്ടും വെളിയിൽ പോകാത്ത വിധത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അന്ന് വെന്ത് വരട്ടെ. നമ്മളിതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കഷ്ണങ്ങളിട്ട്
ആ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വാഴയില കൊണ്ട് മൂടി അതിൻ്റെ മേളിൽ പാത്രം വെച്ച് അടച്ചാണ് നമ്മൾ ഇപ്പോൾ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മളൊരു തുള്ളി പോലും വെള്ളം ഉപയോഗിച്ചിട്ടില്ലേ. അപ്പോൾ ഈ കഷ്ണം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പം ഞാൻ തേങ്ങ തിരുമ്മി എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാവേ. ഞാൻ ഒരു മുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഷ്ണമല്ലേ ഉള്ളൂ. അവിയലിന് തേങ്ങ നന്നായിട്ട് വേണം കേട്ടോ. എത്ര കഷ്ണമുണ്ടോ അതിനനുസരിച്ച് തേങ്ങ എടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ കഷ്ണം കുറവായതുകൊണ്ട് ഒരു വലിയ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരച്ചെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അവിയലിന് തേങ്ങ അരയ്ക്കുമ്പം അങ്ങ് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, എന്നാൽ തോരൻ്റെ പരുവമായിരിക്കുകയും ചെയ്യരുത്. തോരൻ്റെ പരുവത്തിനും അരയുന്ന പരുവത്തിന് ഇടയ്ക്കൊരു പരുവത്തി വേണം ഈ തേങ്ങ അരച്ചെടുക്കാനായിട്ട്. നമ്മൾ അവിയൽ വെക്കുമ്പോൾ തേങ്ങ അരയ്ക്കുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഒരു 2-3 ചെറിയ ഉള്ളിയുണ്ടേ. ചെറിയ ഉള്ളി, അതിനൊക്കെ പച്ചമുളക്, ഇത്രയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇടുവാണേ. അപ്പം നമുക്ക് തേങ്ങ ഇതിലോട്ട് ഇടാവേ. നരച്ചോണ്ട് വരാം. 3-4 ചെറിയ ഉള്ളി കൂടി ഇടുവാണേ. പിന്നെ ഞാനൊരു നേരത്തെ കാണിച്ചില്ലേ ഒരു 3-4 പച്ചമുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചതയുമ്പോഴത്തേക്കും അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ. അത് ഒരു 2 കരിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുവാണേ. പിന്നെ ഒരു നുള്ള് ജീരകപ്പൊടി കൂടെ ചേർക്കുവാണേ. ജീരകപ്പൊടിയുടെ ടേസ്റ്റ് ഒരുപാട് വേണ്ട കേട്ടോ. ഒന്ന് അങ്ങനെ ജീരകം ചേർത്തിട്ടുണ്ടെന്നൊരു തോന്നൽ മാത്രം മതി. നമ്മൾ ആ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് തേങ്ങ അരച്ചെടുത്തിരിക്കുന്നുണ്ടോ, അത് ഈ പരുവത്തിന് അരയ്ക്കണേ കണ്ടോ. ഒത്തിരി അരഞ്ഞിട്ടുമില്ല, എന്നാൽ തോരൻ്റെ പരുവമല്ല. അങ്ങനെയാണ് എടുക്കേണ്ടത്. കണ്ടോ, ഈ പരുവത്തിന് തേങ്ങ അരച്ചെടുക്കണം കേട്ടോ. അവിയലിന് അരയ്ക്കുന്ന പരുവ് ഇതാണ്. ഈ പരുവത്തിന് അരച്ചെടുത്താൽ മാത്രമേ അവിയൽ നമുക്ക് കുഴയാതെ കിട്ടത്തുള്ളേ. എന്തായാലും വെന്ത് കാണത്തില്ല, പക്ഷെ എന്നാലും നമുക്കത് അടുക്കി പിടിക്കാതിരിക്കാണ്ട് ഒന്ന് നടുക്ക് ഭാഗം വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് വേണ്ടിയാണ് അത് തുറന്നത്. കണ്ടോ, ഇലയെല്ലാം വാടി ആ വാഴയിലയുടെ രുചിയും കൂടെ അതിലോട്ട് ഇറങ്ങും. കണ്ടോ, നമ്മൾ ആ വെച്ച വാഴയിലയൊക്കെ നന്നായിട്ട് വാടി. നോക്കാം, കണ്ടോ, നമ്മളൊരു തുള്ളി പോലും വെള്ളം വെച്ചിട്ടില്ലായിരുന്നു. കണ്ടോ, വെള്ളം വന്നിരിക്കുന്നത്. ഇതിപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ആ കഷ്ണങ്ങളെല്ലാം വെന്ത് ചുരുങ്ങി ഇങ്ങനെയായി കണ്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള പുളി ചേർക്കണ്ടേ. അപ്പോൾ ഇതൊരു 3/4 വേവി കഷ്ണങ്ങളാവുമ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് ആ പുളി കൂടെ ചേർക്കാവേ. കഷ്ണങ്ങളൊക്കെ വെന്ത് കണ്ടോ. നമ്മളൊരു തുള്ളി വെള്ളം ഒഴിക്കാതെ വെച്ചതാ കണ്ടോ. ഈ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. ഈ മാങ്ങ വേണ്ടാന്നുള്ളവർക്ക് നമ്മുടെ വാളംപുളിയാണെങ്കിലും ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്കിഷ്ടം മാങ്ങ ചേർക്കുന്നത്, കാരണം ഞാൻ മാങ്ങയാണ് ചേർക്കുന്നത്. ഇനിയിപ്പം ആ മാങ്ങ ഒന്ന് വാടി ഒന്ന് വെന്ത് ചേരട്ടെ. നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്ത് കണ്ടതേ, നല്ല പോലെ വെന്ത്. ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നമ്മൾ ആവിക്ക് മാത്രം വെച്ചാൽ വേവിച്ചെടുത്തിരിക്കുന്നത്. മാങ്ങയൊക്കെ ഇട്ട് വെച്ചിരിക്കുവാണല്ലോ നമ്മൾ. അപ്പം മാങ്ങയൊക്കെ ഇപ്പം വെന്ത് കാണും കേട്ടോ. കഷ്ണം നേരത്തെ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എങ്ങനെയായി നോക്കാം. കഷ്ണമെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് കൂടെ ചേർക്കാവേ. അരപ്പിനകത്ത് നമ്മളൊരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. അത് കഷ്ണങ്ങൾ നന്നായിട്ട് ഉടയാതെ എടുക്കണം. ഞാൻ അവിയൽ ഇറക്കി വെച്ച് ഇനി അതിൻ്റെ പുറകിട്ട് കരിവേപ്പില ഇട്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാവേ.
നമ്മുടെ ഓണസദ്യയുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വളരെ കുറച്ച് പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അവിയലാണിത്. ഞങ്ങൾ ആലപ്പുഴക്കാരുടെ സദ്യയുടെ അവിയൽ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.